എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പുതിയ ചില കാര്യങ്ങൾ പഠിക്കാം. നമുക്ക് ന്യൂറോണിന്റെ ഓരോ ഭാഗങ്ങളുടെയും ധർമ്മങ്ങൾ നോക്കാം. നോക്കൂ, ഇത് ഡെൻഡ്രൈറ്റുകൾ അല്ലെ, ഡെൻഡ്രോണിന്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റുകൾ. ഈ ഡെൻഡ്രൈറ്റുകളാണ് ആവേഗങ്ങൾ അഥവാ ഇമ്പൾസുകളെ സ്വീകരിക്കുന്നത്. ഇതൊരു ആന്റിന പോലെ പ്രവർത്തിക്കുന്നു അല്ലെ. ആവേഗങ്ങളെ അല്ലെങ്കിൽ ഇമ്പൾസുകളെ സ്വീകരിക്കുന്ന ഭാഗങ്ങളാണ് ഡെൻഡ്രൈറ്റുകൾ. ഈ ഡെൻഡ്രൈറ്റുകൾ സ്വീകരിക്കുന്ന ആവേഗങ്ങൾ എങ്ങോട്ടായിരിക്കും പോവുക? ഡെൻഡ്രോണിലേക്കാണ് അല്ലെ. ഈ ഡെൻഡ്രോണിന്റെ ധർമ്മം എന്താണ്? ആവേഗങ്ങളെ ഡെൻഡ്രൈറ്റുകളിൽ നിന്ന് കോശ ശരീരത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ നോക്കൂ, ഈ ഡെൻഡ്രൈറ്റുകളെല്ലാം സ്വീകരിക്കുന്ന ആവേഗങ്ങളെ ഡെൻഡ്രോണിലേക്ക് കടത്തിവിടുന്നു. ഡെൻഡ്രോൺ ഈ ആവേഗങ്ങളെ എല്ലാം ഇവിടെ കൊണ്ടുവരും, ഈ സെൽ ബോഡി അഥവാ കോശ ശരീരത്തിലേക്ക് എത്തിക്കും. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങൾ ആക്സോണിലേക്ക് കടക്കുന്നു. അല്ലെങ്കിൽ കോശ ശരീരത്തിന്റെ ഫംഗ്ഷൻ ആണ് ആവേഗങ്ങളെ അഥവാ ഇമ്പൾസുകളെ ആക്സോണിലേക്ക് കടത്തിവിടുക എന്നത്. ആക്സോൺ എന്ത് ചെയ്യുന്നു? കോശ ശരീരത്തിൽ നിന്ന് ഈ ആവേഗങ്ങളെ അല്ലെങ്കിൽ ഇമ്പൾസുകളെ ആക്സോണൈറ്റുകളിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നു. ആക്സോണൈറ്റുകൾ എന്താ ചെയ്യുന്നത്? ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നു. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്ത് കാണുന്ന മുഴകൾ പോലുള്ള ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. അപ്പൊ എന്തായിരിക്കും ഈ സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത്? ഈ സിനാപ്റ്റിക് നോബ് നാഡീയ പ്രേഷകം അതല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കും. അവയെക്കുറിച്ച് കൂടുതൽ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഇത് മാത്രം പഠിക്കുക. സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ എന്താണ്? സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാഡീയ പ്രേഷകം സ്രവിക്കുന്നു, നാഡീയ പ്രേഷകം ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി നോക്കൂ, ആക്സോണിനെ പൊതിഞ്ഞ് ചില പ്രത്യേകതരം കോശങ്ങൾ കാണുന്നുണ്ട് അല്ലെ. ആക്സോണിനെ പൊതിഞ്ഞ് കാണുന്ന കോശങ്ങളെ നമ്മൾ ഷ്വാൻ കോശങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ഷ്വാൻ കോശങ്ങളാണ് മൈലിൻ ഷീത്ത് രൂപീകരിക്കുന്നതിന് സഹായിക്കുന്നത്. ഡെൻഡ്രൈറ്റ്സ് റിസീവ് ഇമ്പൾസസ്. ഡെൻഡ്രൈറ്റ് സന്ദേശങ്ങൾ സ്വീകരിക്കും. ഡെൻഡ്രോൺ ആവേഗങ്ങളെ ഡെൻഡ്രൈറ്റിൽ നിന്ന് കോശ ശരീരത്തിൽ എത്തിക്കുന്നു. ആക്സോൺ കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു. ആക്സോണൈറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് നാഡീയ പ്രേഷകം സ്രവിക്കുന്നു. ഷ്വാൻ സെൽസ് എൻസർക്കിൾസ് ദ ആക്സോൺ. ഷ്വാൻ കോശം ആക്സോണിനെ വലയം ചെയ്യുന്നു. ഇനി നമുക്ക് ഷ്വാൻ കോശങ്ങളെയും മൈലിൻ ഷീത്തുകളെയും കുറിച്ച് പഠിക്കാം. എങ്ങനെയാണ് മൈലിൻ ഷീത്തുകൾ രൂപീകൃതമാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഷ്വാൻ കോശങ്ങളാണ് മൈലിൻ ഷീത്ത് രൂപീകരിക്കാൻ സഹായിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ഈ ഷ്വാൻ കോശങ്ങൾക്കുള്ളിലായിട്ട് മൈലിൻ എന്ന കൊഴുപ്പ് നിർമ്മിതമായ ഒരു സ്തരം അല്ലെങ്കിൽ മെംബ്രൈൻ ആക്സോണിനെ ആവർത്തിച്ച് പൊതിയുന്നു. അങ്ങനെ മൈലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ സ്തരം ആക്സോണിനെ ആവർത്തിച്ച് പൊതിയുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ പൊതിയുന്നതിലൂടെയാണ് മൈലിൻ ഷീത്ത് രൂപീകൃതമാകുന്നത്. ഒന്നുകൂടെ പറയാം. ഷ്വാൻ കോശങ്ങളാണ് മൈലിൻ ഷീത്ത് രൂപീകരിക്കുന്നതിന് സഹായിക്കുന്നത്. ഷ്വാൻ കോശങ്ങൾക്കുള്ളിലായി മൈലിൻ എന്ന കൊഴുപ്പ് നിർമ്മിതമായ സ്തരം ആക്സോണിനെ ആവർത്തിച്ച് പൊതിയുന്നതിലൂടെയാണ് മൈലിൻ ഷീത്ത് രൂപീകൃതമാകുന്നത്. നാഡികളിലെ മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നത് ഷ്വാൻ കോശങ്ങളാലാണ്. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി എന്ന് പറഞ്ഞാൽ. നെർവ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. ബ്രെയിനിലും സ്പൈനൽ കോഡിലും അതായത് തലച്ചോറിലും സുഷുമ്നയിലും ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സ്പെഷ്യൽ സെൽസുകളാണ് മൈലിൻ ഷീത്ത് നിർമ്മിക്കാൻ കാരണമാകുന്നത്. നാഡികളിൽ ഷ്വാൻ കോശങ്ങളും മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ഒളിഗോഡെൻഡ്രോസൈറ്റുകളും മൈലിൻ ഷീത്ത് രൂപീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്, നല്ല വെള്ള നിറമാണ്. ആർക്ക്? മൈലിൻ ഷീത്തിന്. അപ്പോൾ മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകൾക്കും എന്ത് നിറമായിരിക്കും? വെള്ള നിറമായിരിക്കും അല്ലെ. അപ്പൊ മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകളെ നമ്മൾ
മൈലിനേറ്റഡ് ന്യൂറോൺസ് എന്ന് പറയും. മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകൾ മൈലിനേറ്റഡ് ന്യൂറോണുകൾ. ഈ മൈലിനേറ്റഡ് ന്യൂറോണുകൾ കാണപ്പെടുന്ന ഭാഗം, അതായത് മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകൾ കാണപ്പെടുന്ന ഭാഗം പൊതുവെ എന്ത് നിറത്തിലായിരിക്കും കാണുന്നത്? വെളുത്ത നിറത്തിലായിരിക്കും കാണുന്നത്. ആ ഭാഗത്തിനെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയും. വൈറ്റ് മാറ്റർ. അപ്പോൾ എന്താണ് വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ? The part of the brain and the spinal cord where myelinated nerve cells are present in abundance is called white matter. ഒരിക്കൽ കൂടെ പറയാം. The part of the brain and the spinal cord where myelinated nerve cells are present in abundance is called white matter. അതായത് എന്താണ്? മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകൾ ചേർന്ന് കാണപ്പെടുന്ന ഭാഗമോ? അവിടെ വെള്ളനിറം ഉണ്ടാവില്ല, അല്ലെ? ആ ഭാഗം ഏകദേശം ചാരനിറത്തിലാണ് കാണുന്നത്. നമ്മൾ അതിനെ ഗ്രേ മാറ്റർ എന്ന് പറയും. The part where non-myelinated nerve cells are present is called gray matter. The part where non-myelinated nerve cells are present is called gray matter. അതായത് മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ അഥവാ ധർമ്മം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു, ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന ആവരണമാണ് മൈലിൻ ഷീത്ത്, അല്ലെ? ആക്സോണിനെ പൊതിഞ്ഞു കാണും. എന്തിനാണ് പൊതിയുന്നത്? നമ്മൾ എപ്പോഴും നമ്മൾ പൊതിയുന്നത് ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെ? അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ അത് തന്നെയാണ്. മൈലിൻ ഷീത്ത് എന്ത് ചെയ്യുന്നു? ബാഹ്യ ആഘാതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുന്നു. Protects from external shocks. The myelin sheath protect the axon from external shocks. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മൈലിൻ ഷീത്താണ് ആക്സോണിന് പോഷകങ്ങളും ഓക്സിജനും കൊടുക്കുന്നത്. Provide nutrients and oxygen to the axon. Myelin sheath provide nutrients and oxygen to the axon. ആക്സോണിനെ ഓക്സിജനും പോഷണവും കൊടുക്കുന്നു. മൂന്നാമത്തെ ധർമ്മം എന്ന് പറഞ്ഞാൽ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് കുറച്ചുകൂടി വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ഇത്രമാത്രം പഠിക്കുക. ആക്സിലറേറ്റ് ഇമ്പൾസസ്, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. ആരാണ്? മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്തിന്റെ മൂന്നാമത്തെ ധർമ്മം എന്താണ്? ആക്സിലറേറ്റ് ഇമ്പൾസസ്, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. ഇനി നാലാമത്തെ ധർമ്മം എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ, ഒരു വൈദ്യുത ഇൻസുലേറ്റർ ആയി പ്രവർത്തിക്കുന്നു. ഇൻസുലേറ്റർ എന്താണ്, ഇൻസുലേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? നമ്മുടെ വീട്ടിൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന ആ വയറ്, അല്ലെ? അതിനകത്തിരിക്കുന്ന ചെമ്പ് കമ്പിയിലൂടെയാണ് വൈദ്യുതി കടന്നു പോകുന്നത്. അതിനെ ചുറ്റി പ്ലാസ്റ്റിക്കിന്റെ ഒരു ആവരണമുണ്ട്, അല്ലെ? എന്തിനു വേണ്ടിയാണ് ആ ആവരണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാനാണെന്ന് ഫസ്റ്റിലേ പറയാം, അല്ലെ? പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിച്ച് വൈദ്യുതി നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അല്ലെ? ഒരു ഇൻസുലേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതേപോലെ നമ്മുടെ വീട്ടിൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന ആ ചെമ്പ് കമ്പിയുടെ പുറമെ ആ പ്ലാസ്റ്റിക് എങ്ങനെ ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു, അതേപോലെ മൈലിൻ ഷീത്ത് ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. കാരണം നമ്മുടെ ആക്സോണിലൂടെ കടന്നു പോകുന്ന ഈ ആവേഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരു വൈദ്യുത സ്വഭാവമുള്ളതാണ്. നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ മൈലിൻ ഷീത്ത് എന്തായിട്ട് പ്രവർത്തിക്കുന്നു? ഒരു ഇൻസുലേറ്റർ ആയിട്ട്, ഒരു വൈദ്യുത ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇറ്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. അപ്പൊ നമുക്ക് 4 ഫങ്ഷൻസ് ഒന്ന് ഒരുമിച്ച് പറയാം.
എന്തൊക്കെയാണ്? ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ, ആക്സിലറേറ്റ് ഇമ്പൾസസ്, it act as an electric insulator and protect the axon from external shocks. അതായത് എന്തൊക്കെയാണ്? ഓക്സിജനും പോഷണവും കൊടുക്കുന്നു, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു, പിന്നെ ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. നാലാമത്തെ ഫംഗ്ഷൻ എന്താണ്? ഇത് ബാഹ്യ ആഘാതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുന്നു. ഇനി എങ്ങനെയാണ് ആക്സോണിൽ സന്ദേശങ്ങൾ രൂപപ്പെടുന്നത് എന്ന് നമുക്ക് പഠിക്കാം. നമ്മളിവിടെ ഒരു ആക്സോണിനെയാണ് നമ്മളിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റേത് കോശത്തിലെയും പോലെ തന്നെ പ്ലാസ്മ സ്ഥലത്തിന് വെളിയിൽ പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ്. അപ്പോൾ ആക്സോണിന്റെ പ്ലാസ്മ സ്ഥലത്തിന് വെളിയിലെ പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ് സാധാരണ അവസ്ഥയിൽ. The outer surface of the plasma membrane of the neuron is positively charged and the inner surface is negatively charged. The outer surface is positively charged and the inner surface is negatively charged. ഇനി ഉദ്ദീപിക്കപ്പെടുന്ന അവസ്ഥയിൽ ഒരു ഉദ്ദീപനം അഥവാ സ്റ്റിമുലസ്, ഇവിടെ ഒരു ഉദ്ദീപനം നടന്നു കഴിഞ്ഞു അല്ലെ, ഒരു ഉദ്ദീപനം വന്നു കഴിഞ്ഞാൽ പ്ലാസ്മാസരത്തിനകത്ത് പോസിറ്റീവ് ചാർജും പ്ലാസ്മാസരത്തിന് പുറത്ത് നെഗറ്റീവ് ചാർജുമായിട്ട് മാറും. അതായത് ഇവിടെ ഒരു ചാർജ് വ്യത്യാസം നടക്കും. ദാ ഉദ്ദീപിക്കപ്പെട്ട ഭാഗത്തെ പോസിറ്റീവ് ചാർജുകൾ പ്ലാസ്മാസരത്തിനകത്തേക്കും പ്ലാസ്മാസരത്തിനകത്തുണ്ടായിരുന്ന നെഗറ്റീവ് ചാർജുകൾ പ്ലാസ്മാസരത്തിന് പുറത്തേക്കുമായിട്ട് മാറി. When stimulated, the distribution of ions in that part changes and hence the inner surface become positively charged and the outer surface become negatively charged. When stimulated, the distribution of ions in that particular part changes and hence the inner surface become positively charged and the outer surface become negatively charged. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ചാർജ് വ്യതിയാനം വളരെ നൈമിഷികമാണ്. ഇറ്റ്സ് എ മൊമെന്ററി ചേഞ്ച്. പെട്ടെന്ന് തന്നെ ഇവരെന്ത് ചെയ്യുന്നു? തിരികെ ഇവരുടെ പൊസിഷനിലേക്ക് പോകും. പക്ഷേ നൈമിഷികമായി ഉണ്ടാകുന്ന ഈ ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തേക്ക് കൂടെ ഉത്തേജിപ്പിക്കുകയും അവിടെയും ഇതേ രീതിയിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കാൻ കാരണമാവുകയും ചെയ്യും. നമുക്ക് ഈ പടത്തിലേക്ക് നോക്കാം. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഇരുന്ന പോസിറ്റീവ് ചാർജുകൾ പുറത്തേക്കും നെഗറ്റീവ് ചാർജിൽ അകത്തേക്കും വന്ന് കാര്യങ്ങൾ പഴയ പടിയിലായി. പക്ഷേ ഇവിടെ വന്ന ഈ ചാർജ് വ്യതിയാനം തൊട്ടടുത്തും എന്തുണ്ടാക്കി? ആ ഭാഗത്തെയും ഉത്തേജിപ്പിക്കുകയും അവിടെയും സമാന രീതിയിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇനി ഇവരെന്ത് ചെയ്യും? ഇവരും തിരികെ ഈ പോസിറ്റീവ് ചാർജുകൾ തിരികെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോവുകയും നെഗറ്റീവ് ചാർജുകൾ അകത്തേക്ക് വരികയും ചെയ്യും. പക്ഷേ ഇവിടെ ഉണ്ടായ ഈ ചാർജ് മാറ്റം തൊട്ടടുത്തിരിക്കുന്ന ചാർജുകളെ ഉദ്ദീപിക്കും. അവിടെയും സമാന രീതിയിലുള്ള ചാർജ് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്? ആക്സോണിലൂടെ ഇതിങ്ങനെ ഈ ഒരു മാറ്റം, ഈ ഉദ്ദീപനം മൂലം ഉണ്ടാകുന്ന ചാർജുകളുടെ മാറ്റം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ പ്രക്രിയ തുടരുക വഴിയാണ് സന്ദേശങ്ങൾ ആക്സോണിലൂടെ കടന്നു പോകുന്നത്. വൈദ്യുത പ്രവാഹമായിട്ടാണ് ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിലെ ചിത്രങ്ങളാണ്. ആക്സോൺ ചിത്രീകരിച്ചിട്ടുണ്ട്. സാധാരണ അവസ്ഥയിൽ പോസിറ്റീവ് ചാർജ് പുറത്തും നെഗറ്റീവ് ചാർജ് അകത്തുമുണ്ട്. സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അല്ലെ, ഉദ്ദീപനം വന്ന് സംഭവിച്ചു കഴിയുമ്പോൾ when stimulated, the distribution of ions in that particular area changes and hence inner surface become positive charged and the outer surface become negatively charged. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഈ ചാർജ് മാറ്റം ഇത് പെട്ടെന്ന് തന്നെ തിരികെ പഴയ പോലെ ആകും. പക്ഷെ ഈ ചാർജ് മാറ്റം തൊട്ടടുത്ത ഭാഗത്തിരിക്കുന്ന ചാർജുകളെ കൂടെ ഇതേപോലെ സമാന രീതിയിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകും. കണ്ടോ, തൊട്ടടുത്ത ഭാഗത്തെ ചാർജുകളും സമാന രീതിയിൽ ആ വ്യതിയാനങ്ങൾക്ക് കാരണമായി. ഇനി ഇതേപോലെ തന്നെ ഈ ഉണ്ടായ വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തേക്കും വ്യാപിക്കുന്നു അല്ലെ. അപ്പൊ the momentary charge difference stimulates its adjacent parts and similar change occur there too. As this process proceeds, impulses get transmitted as electric charges.
നെർവ് ഇമ്പൾസസ് ആർ മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ന്യൂറോൺസ്. വൈദ്യുത പ്രവാഹമായിട്ടാണ് ന്യൂറോണിലൂടെ സന്ദേശങ്ങൾ അഥവാ ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത്.